ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ലസീത്തയുടെ ചൻഷനാങ് ഗ്രീൻ ലീഫ് ബ്രാൻഡിൻ്റെ കുറച്ച് അടിപൊളി സോപ്സ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി കുറച്ച് വൈകിയ റിവ്യൂ ആണ്. ആളെനിക്ക് ഈ പ്രോഡക്റ്റ്സ് അയച്ചിട്ട് കുറച്ച് നാളായി. പക്ഷേ സോപ്സ് അല്ലേ, നമ്മളങ്ങോട്ട് യൂസ് ചെയ്തിട്ട് തീരണ്ടേ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത 2-3 കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്യൂക്കുംബർ അലോവേര സോപ്പാണ്. ഇത് ലസീത്തയുടെ സോപ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു വാസനയാണ്. അത് വാസന തുടക്കം മുതൽ അവസാനം വരെ, അതായത് ഇത് കണ്ടോ, ഇത്രയും തിന്നായിട്ട് വരെ അതിൻ്റെ ആ ഒരു സ്മെല്ലിന് ഒരു വ്യത്യാസമില്ല. വളരെ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ലസീത്ത സോപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം അതിൻ്റെ ആ എൻഡ് വരെ അതിൻ്റെ ആ ഒരു സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ക്യൂക്കുംബർ അലോവേര സോപ്പ്, നമ്മുടെ ക്യൂക്കുംബറും അലോവേര അറിയാലോ, ഒരുപാട് മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്യൂക്കുംബർ അലോവേര സോപ്പ്. ഓക്കെ, പിന്നെ ഞാൻ ട്രൈ ചെയ്തതാണ് നമ്മുടെ ഇതുകൊണ്ട് നമ്മുടെ രക്തചന്ദനം റോസ് അലോവേര സോപ്പ്. ഇതുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സോപ്സ് നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സോപ്സൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ അളവളാന്നായിട്ട് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയില്ലേ. ഈ സോപ്സ് അങ്ങനെയല്ല. ഇത് കണ്ടോ, ആ വെള്ളത്തിൻ്റെ ഇത് പോയി കഴിഞ്ഞാൽ നല്ല ഹാർഡായിട്ട്, അതുകൊണ്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ലസീത്തയുടെ സോപ്സ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവസാനം വരെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി, ജസ്റ്റ് ആ ഒരു മെയിൻ ബോഡിക്ക് മാത്രമല്ല, എൻഡ് വരെ ലാസ്റ്റ് കഴിയുന്ന വരെ ആ ഒരു എന്താണോ ആ സോപ്പ് അതിൻ്റെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ സോപ്സിന് പറ്റുന്നുണ്ട്. ഈ രക്തചന്ദനമാണ് എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സോപ്പ്. ശരിക്കും രക്തചന്ദനത്തിൻ്റെ പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും നമ്മൾ കുളിക്കുമ്പോൾ നന്നായിട്ട് ആ ഒരു റെഡ്, എന്താ പറയുക, രക്തചന്ദന പൊടിയുടെ ആ ഒരു ഇത് നമുക്ക് കുളിക്കുമ്പോൾ നന്നായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിന് ചെറുതായിട്ട് ഒരു എന്താ പറയുക, ഒരു സ്ക്രബ്ബ് പോലത്തെ ഒരു ഇതിനുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഈ ചിന്നിലും ഒക്കെ അല്ലെങ്കിൽ മൂക്കിൻ്റെ സൈഡിലൊക്കെ ചെറിയ തരി പോലെ വരുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, ഇപ്പോൾ വേറെ സ്ക്രബ്സ് ഒന്നും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ സോപ്പ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉരച്ചിട്ട് ബാത്ത് ടൈമിൽ നിങ്ങൾക്ക് അത് സ്ക്രബ്ബ് പോലെ യൂസ് ചെയ്യാം. ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ഈ രക്തചന്ദനം സോപ്പാണ്. പിന്നെ ആളുടെ ലേറ്റസ്റ്റ് ഇറങ്ങിയ സോപ്പാണ് ശംഖുപുഷ്പം. വെരി സോറി, ശരിക്കും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് ആക്ച്വലി നല്ല ബ്ലൂ ആയിരുന്നു. അതായത് ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു നല്ല കളറിലാണ്. പക്ഷേ ഇത് കുറച്ച് നാൾ ഇങ്ങനെ ഇരുന്നത് കൊണ്ട്, അതായത് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ട് കുറച്ച് നാളായി. ഞാൻ പക്ഷേ മറ്റേ സോപ്പ് തീരണ്ടേ, ഇങ്ങനെ കുറേ സോപ്പ് ഒരുമിച്ച് തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ ശരിക്കത് കൈ കിട്ടിയപ്പോൾ നല്ല നീല കളറായിരുന്നു. എന്ന് വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല. ഞാനിപ്പോൾ ഇത് പുതിയത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ റിവ്യൂ ഇടുന്നതാണ്. അപ്പോൾ എന്താണോ ആ സോപ്പ്, അതിൻ്റെ ഫ്രേഗ്രൻസ് ആണ് ആ സോപ്പിനുള്ളത്. അതും അതിൻ്റെ അവസാനം വരെ ആ ഒരു ഫ്രേഗ്രൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ലസീത്തയ്ക്ക് പറ്റുന്നുണ്ട്. നമ്മളൊക്കെ കുളിക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തെ അഴുക്ക് പോകാനും, കൂടാതെ വയർപ്പിൻ്റെയും ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കുളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ലസീത്തയുടെ സോപ്പ് വെച്ച് കുളിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് മാത്രമല്ല, നല്ലൊരു വാസനയായിരിക്കും. അതായത് കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആണ്. ഈ 3 വെറൈറ്റീസ് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റീസ് സോപ്പുകൾ ലസീത്ത ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ലസീത്തയുടെ സോപ്സ് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.